ഹായ്, എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാനിന്ന് നിങ്ങൾക്ക് എണ്ണമാങ്ങ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയായിരുന്നു. എല്ലാവർക്കും അറിയാമായിരിക്കും, ഇഷ്ടംമാതിരി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ കൂട്ടുകാർക്ക് കാണിച്ചു തരണ്ടേ. അപ്പോൾ അതുണ്ടാക്കുന്നത് രണ്ട് മാങ്ങ, ഇങ്ങനത്തെ കൂട്ട് മാങ്ങ, രണ്ട് മാങ്ങയുണ്ടായിരുന്നേ. ഈ കനത്തിൽ അരിഞ്ഞെടുക്കണം, എല്ലാം ഒരേപോലെ കനത്തിൽ, ഇതുണ്ടോ, ഒരേപോലെ കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് എണ്ണ ചൂടാകാമെന്ന് വെച്ചത്. അപ്പം മുളകിടാം നമുക്ക്. നല്ലെണ്ണയ്ക്കകത്താട്ടോ ഉണ്ടാക്കണ്ടേ. നല്ലെണ്ണയ്ക്കകത്ത് മുളകൊക്കെ വറുത്ത് കോരിയെടുക്കണം. നേരത്തെ വരാറായിരുന്നു. 20 മുളക് എടുക്കണം കേട്ടോ. 20 മുളക് എടുത്തിട്ടാണ് അപ്പം ഇനി 20 മുളക് എടുക്കാം. എന്നാലും നമുക്കിത് തികയുള്ളൂ. കരിവേപ്പില നന്നായിട്ട് ഇട്ടു കേട്ടോ. കഴുകി ഉണക്കി എടുത്ത് വെച്ചത്, വെള്ളം പാടില്ലാത്ത കാരണം കഴുകി ഉണക്കി ഞാൻ എടുത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തോട്ടോ. നമുക്ക് കോരി എടുക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടായിരിക്കല്ലേ, അതിലേക്ക് നമുക്ക് ഈ മാങ്ങ വറുത്ത് കോരി എടുക്കണം. കുറേശ്ശെ ഇട്ടാൽ മതി കേട്ടോ. ഇതിൻ്റെ അകത്ത് വേറെ ഒരു ഇതില്ലല്ലോ. നമുക്ക് 2 പ്രാവശ്യം ഇടാനേ ഉള്ളൂ. ഇതൊന്നും കൂടി ഇട്ടേക്കാം. അപ്പം നന്നായിട്ട് വറുത്ത് കോരുമ്പോൾ കാണിച്ചു തരാം. ബാക്കി നന്നായിട്ട് മൂത്തേ നമുക്കിത് കോരി എടുക്കാം. ഒരു വട്ടം കോരി ഇപ്പം നമ്മുടെ തീർന്നു കേട്ടോ. മാങ്ങ കോരി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കൂടെ കാണിച്ചു തരാം. അപ്പം നമ്മൾ തീ കത്തിച്ചില്ല, വേറെ ഒരു ചീഞ്ചട്ടി എടുത്തു. തീ ഒന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. പൊടിച്ചു കൊണ്ടുവന്ന് മുളക് ശരിയാക്കി എടുക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇടണം. കായപ്പൊടി, ഉലുവയും കടുകും പൊടിച്ചത്, വറുത്ത് പൊടിച്ചത് കുറച്ചിടുക. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കളർ കിട്ടാൻ വേണ്ടി നമ്മുടെ കുരുമുളകിൻ്റെ മുളക് പൊടി കുറച്ച്, അപ്പോൾ കുറച്ച് ഉപ്പ്. മാങ്ങയ്ക്കും ഇതെല്ലാത്തിനും നല്ല പുളിയുണ്ടല്ലോ, അപ്പോൾ ഇത്രയും ഉപ്പ് വേണം കേട്ടോ. ലേശം കൂടെ കിടന്നോട്ടെ. ഇനി നമുക്കിതെല്ലാം കൂടെ ഇനി തീ കത്തിക്കാം. ഇതെല്ലാം കൂടെ പൊടി കരിഞ്ഞു പോകുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാക്കാം. എണ്ണയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ എണ്ണയിട്ടല്ലേ വറുത്ത്, നല്ലെണ്ണ ഇട്ട് വറുത്ത് മാങ്ങയ്ക്കകത്തും ഉണ്ടല്ലോ. അപ്പം ആ പൊടീൻ്റെ മണം ഇല്ലേ, പച്ച മണം, അതൊക്കെയാണ്. വറുക്കാത്ത സാധനങ്ങളുണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. അപ്പം അതിൻ്റെ മണമൊക്കെ പോയി പച്ചപ്പൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിടണം. അപ്പോൾ കുപ്പിയിലിട്ട് ചൂടാറി കുപ്പിയിലൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു 2 കഷ്ണം എടുത്ത് ചോറ് കഴിക്കാം. നമ്മുടെ എണ്ണമാങ്ങ ഉണ്ടോ, അടിപൊളിയായില്ലേ എണ്ണമാങ്ങ. അപ്പം ഇതേപോലെ ഉണ്ടാക്കണം എല്ലാവരും കേട്ടോ. നല്ല വറുത്ത് നല്ല പച്ച കഴിക്കുന്നില്ല നിങ്ങൾ. നല്ല എരിവും പുളിയും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വെള്ളമൊന്നും പറ്റിക്കാതെ വെക്കുവാണെങ്കിൽ നന്നായിട്ട് കുറേ നാളത്തേനിരിക്കും. നമ്മൾ 2 മാങ്ങയും കൊണ്ടല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ കുറേ നാളത്തേനിരിക്കും. ആർക്കെങ്കിലും വിദേശത്തൊക്കെ പോകുമ്പോൾ മക്കൾക്കും ചേട്ടന്മാർക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ അതുമല്ല നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പം കറിയൊന്നും ഒരു അച്ചാറൊന്നും ഇല്ലെന്ന് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് എടുത്തു കൊടുക്കാം. അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും കമൻറ്റുകളും പറയണം കേട്ടോ. ഇതേപോലെ ഉണ്ടാക്കണം എൻ്റെ കൂട്ടുകാർ. അപ്പം മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം. ബായ്.